കൂട്ടില്ലാതെ ഒറ്റയ്ക്കിരിക്കുന്നവർ കുട്ടികളാവില്ല എന്ന് ബലരാമേട്ടൻ പറയണ്ടായി. അപ്പോൾ കുട്ടികളെ ഒറ്റയ്ക്കിരിക്കാൻ പ്രേരിപ്പിക്കരുത് എന്നും പറയണ്ടായി. അതത്രയും ശരിയാണ്. ബാലഗോകുലത്തിൻ്റെ മാതൃകാ പുരുഷനായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ഭഗവാൻ കൃഷ്ണനെയാണ്. കൃഷ്ണൻ ഒറ്റയ്ക്കിരുന്നിട്ടില്ല. എവിടെയും കൃഷ്ണന് കൂട്ടാം, എല്ലായിടത്തും കൂട്ടുകാരാ. ബാലഗോകുലത്തിൽ വരുന്ന ഓരോ കുട്ടിയും ബാലഗോകുലം കാര്യകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണഭക്തരല്ല, മറിച്ച് ഓരോരോ കണ്ണന്മാരാ. ഓരോ കുട്ടിയും കണ്ണനാ. നേരത്തെ ഹിന്ദു ധർമ്മത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് കുറച്ചൊക്കെ ഒന്ന് സൂചിപ്പിച്ചല്ലോ. നോക്കിയിട്ടുണ്ടോ? നമ്മളുടെ പ്രമുഖമായിട്ടുള്ള ആരാധനാമൂർത്തികളെല്ലാം തന്നെ നമ്മൾ ജനിക്കുന്നത് പോലെ ഈ ഭാരതഭൂമിയിൽ ജനിച്ച്, നമ്മൾ ജീവിക്കുന്നത് പോലെ ഈ ഭാരതഭൂമിയിൽ ജീവിച്ച്, നമ്മൾ ഇവിടെ നിന്ന് തിരോധാനം ചെയ്യുന്നത് പോലെ ഈ ഭാരതഭൂമിയിൽ നിന്ന് തിരോധാനം ചെയ്തവരാണ്. എവിടെ നിന്നോ ഉള്ള ഒരു സർവശക്തനായിട്ടുള്ള ഒരു ഈശ്വരനല്ല നമ്മളുടെ ഭഗവാൻ സങ്കല്പങ്ങൾ. കൃഷ്ണൻ ജനിച്ചത് ഇവിടെയാണ്. ആ ഇവിടെ ജനിക്കുമ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകളോ? കാരാഗൃഹത്തിലാണ് ജനിക്കണേ. 30 വർഷത്തോളം കണ്ണൻ്റെ അച്ഛനും അമ്മയും ബാക്കിയുള്ളവരും ജയിലിലാണ് വസിച്ചേ. അജ്ഞാതവാസത്തിലാണ് ജനിച്ച ഉടനെ കൃഷ്ണൻ ജീവിക്കേണ്ടി വരുന്നത്. കണ്ണൻ എവിടെയുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ആ വൃന്ദാവനത്തിലെ കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നുകളയാനാ പറഞ്ഞത്. കണ്ണൻ്റെ പ്രായത്തിൽ ഏതൊക്കെ കുട്ടികൾ ഉണ്ടാവുമോ അവരെയൊക്കെ കൊന്നുകളെ. ശിശുവധം നടപ്പിലുള്ള സമയത്താണ് കണ്ണൻ വളർന്നത്. 8 9 അല്ലെങ്കിൽ 12 വയസ്സിന് താഴെ പ്രായമുള്ളപ്പോഴാണ് മദയാനയെയും കംസനെയും ഒക്കെ നിഗ്രഹിക്കേണ്ടി വന്നേ, ശകടാസുരൻ. അപ്പോൾ നമ്മളുടെ ഈശ്വര സങ്കല്പം ഭഗവാൻ കൃഷ്ണനാവട്ടെ രാമനാവട്ടെ, അവര് നിരായുധരായിരുന്നില്ല. ധർമ്മരക്ഷയ്ക്ക് വേണ്ടി ആയുധമെടുത്തവർ തന്നെയായിരുന്നു. അവർക്ക് കൂട്ടുണ്ടായിരുന്നു. രാമന് 3 സഹോദരന്മാർ കൂട്ടുണ്ടായിരുന്നു. കാട്ടിലോട്ട് പോകുമ്പോൾ സുഗ്രീവാദികളും ഹനുമാനും ഒക്കെ കൂട്ടുണ്ടായിരുന്നു. ശബരി മാതാവ് കൂട്ടുണ്ടായിരുന്നു. ജടായു കൂട്ടുണ്ടായിരുന്നു. കൂട്ടുണ്ടാവണം കുട്ടികൾക്ക്, എങ്കിലേ കുട്ടികളാവുള്ളൂ. കൂട്ടില്ലാത്തവൻ കുട്ടിയാവില്ല. അതുകൊണ്ട് ഒറ്റയ്ക്കിരിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കരുത്. നമ്മുടെ ഇടയിൽ നമ്മളിലുണ്ടാകുന്ന ദൂഷ്യങ്ങളെ പരിഹരിക്കാൻ നമുക്ക് കഴിവുള്ളതുപോലെ തന്നെ കുട്ടികൾക്കും കഴിവുണ്ട് എന്നുള്ളതാണ് കണ്ണൻ പറഞ്ഞു തരുന്നത്. കാളിയന്റെ മർദ്ദനം അതാണ്. അത് തന്നെയാണ് കണ്ണന്റെ ഗോവർദ്ധനം എടുത്ത് പൊന്തിച്ച കഥയും. ബാലഗോകുലത്തിലെ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് കുട്ടികളോട് നമ്മൾ ഒരിക്കലും കണ്ണടച്ച് പ്രാർത്ഥന ചൊല്ലാൻ പറയാറില്ല. മറിച്ച് കുട്ടികൾ കാണേണ്ടത് കൃഷ്ണ വിഗ്രഹത്തെയാണ്. കണ്ണനെ നോക്കിയിട്ടാണ് കുട്ടികൾ പ്രാർത്ഥന ചൊല്ലുക, കണ്ണടച്ചിട്ടല്ല. അങ്ങനെ ആവുമ്പോൾ ഇവ പിന്നിലിരിക്കുന്നവർക്കോ അവർക്ക് കണ്ണനെ കാണാൻ പറ്റില്ല, പിന്നിലല്ലേ. രക്ഷാധികാരിയാവും ഈ കണ്ണന്റെ പിന്നിലിരിക്കുന്നുണ്ടാവുക. രക്ഷാധികാരി എന്താ ചെയ്യുക? കുട്ടികളെ നോക്കി പ്രാർത്ഥന ചൊല്ലും. കുട്ടികളാണ് കണ്ണന്മാര്. രക്ഷാധികാരി സാന്ദീപനി മുനിയാണ്. മുന്നിലിരിക്കുന്നവർ കണ്ണന്മാരാണ്. ഗുരുദക്ഷിണ എന്ന് പറയുന്നത് പ്രയത്നമാണ്. സാന്ദീപനി മുനിയുടെ മകനെ പാഞ്ചജന്യൻ എന്ന് പറയുന്ന അസുരനിൽ നിന്ന് മോചിപ്പിച്ച് ഗുരുവിൻ്റെ സമക്ഷത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് ഗുരുദക്ഷിണ. സാന്ദീപനി മുനി എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. പാഞ്ചജന്യൻ എന്ന് പറയുന്ന രാക്ഷസൻ ഒരു വ്യക്തിയല്ല. ഗുരുവിൻ്റെ മകൻ ഒരു വ്യക്തിയല്ല. കണ്ണൻ എന്ന് പറയുന്നതും ഒരു വ്യക്തിയല്ല. അതൊരു സന്ദേശമാണ്. ഓരോ മഹാകാവ്യത്തിലും സന്ദേശം ഉണ്ടാവും. ഈ സന്ദേശത്തിൽ നിന്ന് എന്നൊക്കെ ഭാരതം സന്ദേശം ഉൾക്കൊണ്ടിട്ടുണ്ടോ അന്നൊക്കെ വിജയിച്ചിട്ടുണ്ട്. വൈദേശിക ശക്തികൾ നമ്മളെ ആക്രമിച്ച് കീഴടക്കിയപ്പോൾ
ഈ സന്ദേശം തരുന്ന ഗ്രന്ഥങ്ങളെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്താൻ പരമാവധി ശ്രമിച്ചിട്ടുമുണ്ട്. അതിനുദാഹരണമാണ് മഹാഭാരതവും മനുസ്മൃതിയുമൊക്കെ. മഹാഭാരതം എന്ന് പറയുന്നത് മഹത്തായ ഭാരതത്തിന്റെ ഇതിഹാസമാണ്. ഇതിഹാസം എന്ന വാക്കിനർത്ഥം ഇതിഹസതി, ഇങ്ങനെ സംഭവിച്ചു എന്നതാണ്. അത് ചരിത്രമാണ്, പുരാണമല്ല. പക്ഷെ നമ്മൾ മഹാഭാരതത്തില് എടുത്ത് പറയുന്ന, അല്ലെങ്കിൽ നമ്മളുടെ മുന്നില് മഹാഭാരതത്തിന്റെ ഒരു രംഗം എടുത്തു കാണിക്കുന്നത് കൗരവ പാണ്ഡവ യുദ്ധം മാത്രം. ഇടയിൽ കൃഷ്ണന്റെ ഭഗവത്ഗീതയും. മഹാഭാരതത്തിൽ ഏകദേശം 36 ഗീതകളുണ്ട്. അതിലൊരു ഗീത മാത്രമാണ് ഭഗവത്ഗീത. 10-12 ഗീതകൾ വിദുരർ പറയുന്നുണ്ട്. 4-5 ഗീതകൾ ഭീഷ്മർ പറയും. അങ്ങനെ മഹാഭാരതം നമ്മളുടെ വീടുകളിൽ നിന്ന് അന്യമായി. രണ്ടാമത്തേതാണ് മനുസ്മൃതി. മനുസ്മൃതിയുടെ ഭാഷ്യം ഇംഗ്ലീഷുകാരൻ എഴുതിയതേ നമ്മുടെ കയ്യിലുള്ളൂ. മൂല മനുസ്മൃതി നമ്മുടെ കയ്യിലില്ല. ഇംഗ്ലീഷുകാരൻ പറയണു മനുസ്മൃതിയിൽ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറയുന്നുണ്ട്. ഓ, നമ്മൾ വിശ്വസിച്ചു. അതിന്റെ വ്യാഖ്യാനം അവൻ എന്തെഴുതിയോ അത് നമ്മൾ വിശ്വസിച്ചു. പക്ഷെ ഈ മനുസ്മൃതിയിലെ പ്രസിദ്ധമായ ഒരു ശ്ലോകമുണ്ട്. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. സ്ത്രീകളെ എവിടെ ആരാധിക്കുന്നുവോ അവിടെ ഈശ്വരന്റെ അനുഗ്രഹമുണ്ടാകുന്നു. മനുസ്മൃതിയുടെ ശ്ലോകമാണ്. ഈ 2 ശ്ലോകം തമ്മിലൊന്ന് കമ്പയർ ചെയ്തു നോക്കൂ. ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി, സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് അതിന്റെ വാക്കർത്ഥം എടുത്താൽ തന്നെ, വ്യംഗ്യാർത്ഥവും വാച്യാർത്ഥവും ഒക്കെ വേറെ, വാക്കർത്ഥം എടുത്താൽ തന്നെ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന മനു എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്ന് പറയോ? സ്ത്രീകളെ ആരാധിക്കുന്നിടത്ത് ഈശ്വരന്റെ അനുഗ്രഹമുണ്ടാകുന്നു എന്ന് പറയോ? എവിടെയോ മിസ്റ്റേക്ക് പറ്റിയിട്ടില്ലേ? ഇങ്ങനെ വൈരുദ്ധ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഭ്രാന്തനാണോ മനു? വൈവസ്വത മനുവാണ്. ആ മനുവിൽ നിന്നാണ് നമ്മളൊക്കെ ഉണ്ടായത്. അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യരായത്. അപ്പൊ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനും നമ്മളുടെ മാർഗത്തിന് ഭ്രംശം നടത്തുന്നതിനും വേണ്ടി ബോധപൂർവമായിട്ടുള്ള പ്രയത്നം ഏകദേശം 1000 വർഷമെങ്കിലുമായിട്ടുണ്ട് തുടങ്ങിയിട്ട്. ലോധികള്, ഖിൽജികള്, തുഗ്ലക്കുകള്, അടിമവംശക്കാര്, അതുപോലെ മുഗളന്മാര്, ബ്രിട്ടീഷുകാര്, ഫ്രഞ്ചുകാര്, പോർച്ചുഗീസുകാരൊക്കെ എത്രത്തോളമോ ഈ കർണാടകയിൽ വന്നിട്ട് ഭാരതത്തിനോട്, ഗോവയിൽ വന്നിട്ട് ഭാരതത്തിലെ ജനതയോട് ചെയ്ത ക്രൂരതയെക്കുറിച്ച് കേട്ടുകഴിഞ്ഞാല് ഓരോ ജനവിഭാഗത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി സംസ്കാരവും ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഉദാഹരണം പറയാൻ വെച്ചാൽ നമ്മുടെ ഈ നാട്ടില് എഴുത്തച്ഛൻ എന്ന് പറയുന്ന ഒരു സമുദായമുണ്ട്, അല്ലെ? കേട്ടിട്ടുണ്ടാവും. എഴുത്തച്ഛൻ എന്ന് ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്താണ് ആ ഒരു സമുദായത്തിന്റെ ജാതിയല്ല, അതൊരു ജനക്കൂട്ടമാണ്. എന്താണ് അതിന്റെ പിന്നിലുള്ള ചരിത്രമെന്ന് ആലോചിച്ചു കഴിഞ്ഞാല്, പോർച്ചുഗീസുകാരുടെ അക്രമം സഹിക്കവയ്യാതെ ഗോവ എന്ന് പറയുന്ന ആ സ്ഥലത്തിൽ നിന്ന് നാട് വിട്ട് ഓടിയിട്ട് കേരള ഭൂമിയിൽ വന്നവരാണ് അവര്. കടു ഭട്ടർ എന്നാണ് ആ സമുദായത്തിന്റെ ശരിയായ പേര്. കടു ഭട്ടർ ഇന്നും കർണാടകത്തിലുണ്ട്. അവിടെ അവരൊരു ബ്രാഹ്മണ സമുദായമാണ്. ഈ കടു ഭട്ടർ കേരളത്തിലോട്ട് വന്നിട്ട്, അപ്പോ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ സ്വാമി വിവേകാനന്ദൻ വന്നിട്ട് ഭ്രാന്താല എന്ന് വിളിച്ചു പറഞ്ഞു പോയതല്ലേ. അത്രയും ദുരവസ്ഥയാണ്. അപ്പോ ഒരു സമുദായമായി മാറാതെ നിലനിൽക്കാൻ പറ്റില്ല എന്നറിഞ്ഞ് ഈ സമുദായത്തിന്റെ നേതാക്കന്മാര് കൊച്ചി രാജാവിനും തിരുവിതാംകൂർ രാജാവിനും, മലബാറിലേക്കല്ല അധികം പോയത്, അവര് ഒരു സംയുക്തമായിട്ട് ഒരു ഹർജി കൊടുത്തു അത്രേ. അപ്പൊ ഇവരാണെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. എന്താ ചെയ്തിരുന്നേ? നാട്ടിലെ കുട്ടികൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കുക എന്നുള്ള ഒരു സത്കർമ്മമാണ് അവരനുഷ്ഠിച്ചു വന്നിരുന്നത്. എഴുത്തിന്റെ ആശാന്മാരായിരുന്നു അവരെ കഴിഞ്ഞിട്ടേ വേറൊന്നുള്ളൂ.
അങ്ങനെ കേരളത്തിലാണെങ്കിൽ ഈ കടുവ ഭട്ടർ ഇല്ല. ജാതി വ്യവസ്ഥ അത്രയും ദുഷിച്ചതുകൊണ്ട് ബ്രാഹ്മണരായിട്ട് ഇവരെ അംഗീകരിക്കാനായിട്ട് കേരളത്തിലെ നമ്പൂരാരും തയ്യാറായില്ല. അവസാനം ഈ തിരുവിതാംകൂർ രാജാവ് ഇവരെ എഴുത്താശാന്മാര് എഴുത്തച്ഛന്മാരെന്നുള്ളൊരു സമുദായമാക്കിയിട്ട് അംഗീകരിച്ചു. കേരളത്തിൽ പുതിയൊരു ജാതി ഉണ്ടായി. ഇത്രയേ ഉള്ളൂ ജാതിയുടെ കഥ. ഇങ്ങനെയാണ് ഓരോരോ ജാതികൾ ഉണ്ടായിട്ടും ഓരോരോ വർഗങ്ങൾ ഉണ്ടായിട്ടും തമ്മിൽ അകന്നു പോകുന്നത്. അറിവല്ല, അറിവിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് വിഷയം. ആകാശത്തിന് കീഴെയുള്ള എല്ലാ അറിവുകളും കുട്ടികൾ നേടണം, അത്യാവശ്യമാണ്. എന്താണെങ്കിൽ ഇനി വരും കാലഘട്ടങ്ങളിൽ വ്യാഴത്തിലേക്കും ചൊവ്വയിലേക്കും ഒക്കെ പോകേണ്ടത് നമ്മുടെ കുട്ടികളാണ്. അതുകൊണ്ട് അറിവുകൾ നേടണം. ഈ അറിവിനെ സമൂഹത്തിന് പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് ബാലഗോകുലത്തിന്റെ പ്രസക്തി. സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ആ കുട്ടികളിൽ എന്തു വേണം? പറഞ്ഞല്ലോ, ലഹരി വേണം. എങ്ങനെ? ഞാൻ ഭാരതീയനാണെന്നുള്ള ലഹരി വേണം. ഞാനൊരു ഹിന്ദുവാണ് എന്നുള്ള ലഹരി വേണം. ഈ നാടിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവനാണ് ഞാൻ എന്നുള്ള ലഹരി. ആ ലഹരി ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റേത് ലഹരിയിൽ നിന്നും ഭാരതത്തിന്റെ ഈശ്വര സങ്കല്പങ്ങളെല്ലാം അങ്ങനെ തന്നെ. നമ്മളെപ്പോലെ ജനിച്ച ആരെങ്കിലുമൊക്കെയാണ് പ്രഭു ശ്രീരാമചന്ദ്രനായിട്ട് മാറിയത്. നമ്മളെപ്പോലെ ജനിച്ച ആരെങ്കിലും ഒരാളാണ് ചാണക്യനായിട്ട് മാറിയത്, ഒരാളാണ് കൃഷ്ണനായിട്ട് മാറിയത്. ആയുധമേന്താത്ത ഒരു ഈശ്വര സങ്കല്പവും ഹിന്ദുവിനില്ല. നോക്കിയിട്ടുണ്ടോ? എല്ലാ ദൈവങ്ങളുടെ കയ്യിലും ആയുധം ഉണ്ടാവും. എന്തിനാ ആയുധം? ആയുധം മറ്റൊന്നിനുമല്ല, അധർമ്മത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് കണ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരതേ അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഓരോ ദേവീ സങ്കല്പമാവട്ടെ, ഈശ്വര സങ്കല്പമാവട്ടെ, ദേവസങ്കല്പമാവട്ടെ, ദേവതാ സങ്കല്പമാവട്ടെ, ധർമ്മത്തിന് വേണ്ടി ആയുധമെടുത്ത് ധർമ്മപ്രസരണം നടത്തുന്ന ഓരോരുത്തരും നമുക്ക് കൃഷ്ണനാണ്, ഓരോരുത്തരും കണ്ണനാണ്. കണ്ണൻ എന്താ ഇവിടെ വൃന്ദാവനത്തിൽ കണ്ണന്റെ ചുമതല കുട്ടികളോടൊപ്പം കൂട്ടുകൂടി നടക്കുക എന്നുള്ളതായിരുന്നു. കൂട്ടുകൂടി നടന്നു. കാളിന്തിയിൽ നിന്ന് കാളിയനെ ഓടിച്ചു, ഗോവർദ്ധനം പൊന്തിച്ച് അവർക്ക് തണല് കൊടുത്തു, അതിവൃഷ്ടിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞ് കൃഷ്ണൻ ഓടക്കുഴൽ വിളിക്കേണ്ടോടത്ത് ഓടക്കുഴൽ വിളിച്ചു. യുദ്ധഭൂമിയിൽ കൃഷ്ണൻ ഓടക്കുഴൽ വിളിച്ചിട്ടില്ല. ഓടക്കുഴൽ എവിടെ വിളിക്കണമോ, കൗമാരത്തിലെ സമയം എന്ന് പറയുന്നത് ഏറ്റവും അധികം മനസ്സ് തരളമായ സമയമാണ്. പ്രപഞ്ചശക്തിയെ മുഴുവൻ ഉൾക്കൊള്ളുന്നതിനുള്ള ഒരു ആവേഗവും ആവേശവും കഴിവും ലഭിക്കുന്ന കാലഘട്ടം കൗമാരമാണ്. ആ കൗമാരത്തിലെ പ്രകൃതിയിൽ ലയിച്ചുകൊണ്ട് പ്രകൃതിയുടെ മുഴുവൻ താളത്തെയും ഒരു പാഴ്മുളം തണ്ടിൽ സ്വാംശീകരിക്കാനുള്ള കഴിവ് കൗമാരത്തിൽ കാണിച്ചു. അതുപോലെ കുട്ടികൾ വളരണം. ഇനി യൗവനത്തിലേക്ക് വളർന്നപ്പോ ഉറങ്ങിക്കിടക്കുന്ന കുറുക്കനായിട്ടുള്ള ആ ഒരു അർജുനനോട്, എഴുന്നേൽക്ക് അർജുന, യുദ്ധം ചെയ്യേ, മാ മനുസ്മര യുദ്ധശ്ച, എന്നെ മനസ്സിൽ കരുതിക്കൊണ്ട് നീ യുദ്ധം ചെയ്യേ, അതാണ് നിന്റെ ധർമ്മം എന്ന് പറഞ്ഞു കൊടുത്ത് യുദ്ധം ചെയ്യിച്ചതും ആ കൃഷ്ണനാണ്. ജരാസന്ധനെ ഇല്ലാതാക്കിയിട്ട് ഒരിക്കലും അന്യന്റെ ഭൂമി കൈക്കലാക്കാൻ ഭഗവാൻ ശ്രീരാമചന്ദ്രനോ ശ്രീകൃഷ്ണനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. ലങ്ക സ്വർണമയ്യായിരുന്നല്ലോ രാവണനെ വധിക്കുമ്പോ. ആ ലങ്കയിലെ ലക്ഷ്മണൻ പറയുന്നുണ്ട്, ജ്യേഷ്ഠ, ലങ്ക സ്വർണമയ്യാണ്, ആ ഊഷരഭൂമിയായ അയോധ്യ നമുക്ക് വിഭീഷണന് കൊടുക്കാം, ചേട്ടൻ സ്വർണമയ്യായ ലങ്ക ഭരിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞത് അതാണ് ഇന്ന് സ്വീകരിക്കേണ്ട ഏറ്റവും വലിയ ഗീത. ശ്രീരാമൻ പറഞ്ഞത് എന്താ? അഭി സ്വർണമയി ലങ്ക ന ലക്ഷ്മണ രോചത്തെ ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി.
ലങ്ക സ്വർണമയൊക്കെ തന്നെ. പക്ഷെ അല്ലയോ ലക്ഷ്മണ, നീ അതില് മനസ്സ് മുടക്കരുത്. പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണ്. ഇതിനേക്കാളും വലിയ രാഷ്ട്രീയതയുള്ള, ഇതിനേക്കാളും വലിയ രാഷ്ട്രീയം ഇല്ല. രാമൻ ഒന്നാന്തരം രാഷ്ട്രീയക്കാരനാണ്. അതുകൊണ്ടാണ് ഭാരതത്തിന്റെ ജനഹൃദയങ്ങളിലെ രാഷ്ട്രീയ മേഖലയിൽ ഇന്നും ഭാരതത്തിന്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് രാമനാണ്. ഭാരതത്തിന്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് രാമനാ. അതങ്ങനെ ആവാനേ തരുള്ളൂ. അതങ്ങനെയാണ്. എന്നിട്ട് അയോധ്യയിലേക്ക് പോകുന്നു. വിഭീഷണന് ലങ്ക പതിച്ചു കൊടുക്കുന്നു. കൃഷ്ണന് വേണമെന്നുണ്ടെങ്കിൽ ജരാസന്ധ വധത്തിന് ശേഷം മഗധ കൈക്കലാക്കാമായിരുന്നു. കംസവധത്തിന് ശേഷം മധുര കൈക്കലാക്കാമായിരുന്നു. ചെയ്തില്ല. കംസന്റെ മകനെയാണ് അവിടെ രാജാവാക്കണത്. താരകാസുര നിഗ്രഹത്തിന് ശേഷം താരകാസുരന്റെ മകനെ അവിടെ രാജാവാക്കിയിട്ടാണ് കൃഷ്ണൻ പോണത്. ജരാസന്ധന്റെ മകനെ രാജാവാക്കിയിട്ടാണ് കൃഷ്ണൻ മഗധയിൽ നിന്ന് പോകുന്നത്. മറ്റൊരാളുടെ ഭൂമി നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ധർമ്മത്തിന് വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യും. ഇതാണ് കൃഷ്ണൻ. ഈ ഒരു കൃഷ്ണനെയാണ്, ഈ ഒരു കണ്ണനെയാണ് ബാലഗോകുലത്തിന്റെ മുന്നില് ബാലഗോകുലം, കുട്ടികളുടെ മുന്നിൽ ബാലഗോകുലം അവതരിപ്പിക്കുന്നത്. പൂർണ്ണമാണ് കണ്ണൻ എന്ന് പറയുന്നത്. പലരും പലതും പറഞ്ഞിട്ടുണ്ടാവും കണ്ണനെ കുറിച്ച്. എന്തെന്ത് പറഞ്ഞിട്ടില്ല കണ്ണനെ കുറിച്ച്. ഒരുപാട് കിംവദന്തികളും ഒക്കെ കണ്ണനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. എല്ലാം കേൾക്കുമ്പോഴും കണ്ണൻ ചിരിച്ചുകൊണ്ട് പറയും, ആ അതെ, അതും ഞാൻ തന്നെയാണ്. എന്താ കാരണം? പ്രകൃതിയിലെ ലീനനായ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്ന് അർത്ഥമുള്ളൂ കേട്ടോ. പഴയ ദർശന സിദ്ധാന്തങ്ങളിൽ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആത്മാവും പ്രകൃതി എന്ന് പറഞ്ഞാൽ സ്ത്രീയുമാണ്. അതുകൊണ്ട് ആണ് എന്നുള്ള അർത്ഥം എടുക്കരുത്. പ്രപഞ്ച ലീനനായ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനാണ് എല്ലാതും. നല്ലതും ഞാൻ തന്നെ, ചീത്തയും ഞാൻ തന്നെ. രാമായണത്തിലും പറഞ്ഞിട്ടുണ്ടല്ലോ, രാമൻ എന്ന് പറയുന്നത് ധർമ്മത്തിന്റെ പരമപുരുഷന്റെ പുരോഭാഗവും രാവണൻ പരമപുരുഷന്റെ പൃഷ്ഠഭാഗവുമാണത്രേ. അതുകൊണ്ട് നമ്മൾ രാമനെയാണ് അനുകരിക്കേണ്ടത്. ഭഗവാൻ അല്ലാണ്ട്, ബ്രഹ്മമല്ലാണ്ട് മറ്റൊന്നും ഇല്ല എന്നുള്ള ഉത്തമമായിട്ടുള്ള ഈ വിശാല ചിന്താഗതി ഹിന്ദുവിന്റേത് മാത്രം. ബാക്കി എല്ലായിടത്തും ഒരു നല്ലവനും ഒരു ചീത്തയും. നല്ലവൻ എന്ന് പറയുന്നവന്റെ ദൗത്യം ചീത്തവനെ കൊല്ലുക, അല്ലെങ്കിൽ മറ്റേ നല്ലവനെ അനുസരിക്കുന്നവരെ വളർത്തുക. ഏത് മതം എടുത്തു നോക്കിക്കോളൂ, അങ്ങനെയാണ്. ശത്രുപക്ഷത്തെ കൂടെ നിർത്താൻ പരമാവധി ശ്രമിക്കുന്ന ഒരു പ്രകൃതം കാണുന്നത് ഭാരതത്തിൽ മാത്രം. അതുകൊണ്ടാണ് ഭാരതത്തിന്റെ ദർശനം അത്രയും ശ്രേഷ്ഠമായത്. ബാലഗോകുലത്തിൽ വരുന്ന കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. എല്ലാവരുടെ മനസ്സിലും രാഷ്ട്രീയമുണ്ടല്ലോ. രാഷ്ട്രീയം വേണമല്ലോ. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതല്ലേ രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ വളർന്നു വരുമ്പോ അവരേത് തരത്തിൽ രാഷ്ട്രീയ ചിന്ത വയ്ക്കണമെന്നുള്ളൊരു ആകാംക്ഷ ബാലഗോകുലത്തിന്റെ പ്രവർത്തകരിലുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നമ്മൾ രാഷ്ട്രീയം പറഞ്ഞിട്ടല്ല, മറിച്ച് ഒരാദർശം അവരിൽ കൊടുത്തിട്ടാണ്. പിന്നെ വളരേണ്ടതും വികസിക്കേണ്ടതും അവരാണ്. സ്വതന്ത്രമായി വികസിക്കാൻ അവർക്ക് അവസരം കൊടുക്കണം. കുട്ടികൾക്ക് അവസരം കൊടുക്കണം. കണ്ണനെ സ്വാംശീകരിച്ച് ഞാൻ കണ്ണനാണ് എന്നുള്ള ഒരു ധാരണ ഓരോ കുട്ടിയിലും രൂഢാമൂലമായിട്ട് അവിടേക്ക് എത്തിച്ചേരാൻ എന്ത് ചെയ്യണം, കണ്ണനാവാൻ എന്ത് ചെയ്യണം, ആ വഴി രക്ഷാധികാരി പറഞ്ഞു കൊടുക്കണു. ബാലഗോകുലം എടുക്കുന്ന രക്ഷാധികാരി പറഞ്ഞു കൊടുക്കണു, കുട്ടികൾ ഗോകുലത്തിൽ കണ്ണനായി വരുന്നു. നമ്മള് ബാലഗോകുലത്തിന് പ്രേരണയായിട്ടുള്ള മഹാത്മാക്കള് ഏതൊരു സംഘടന വഴിയാണോ വന്നത് ആ സംഘടനയിലൊക്കെ പറയും കൈയടിക്കരുത്, ഉറക്കച്ചിരിക്കരുത്. വേദിയിലിരിക്കുമ്പോ പ്രസംഗം കഴിഞ്ഞാൽ കൈയടിക്കുന്നത് ശാഖയിൽ കണ്ടിട്ടില്ല. ബാലഗോകുലത്തിൽ അങ്ങനെയൊന്നുമില്ല. ബാലഗോകുലത്തിൽ കൈയടിക്കേണ്ടി വന്നാൽ കൈയടിക്കണം. കുട്ടികൾ സ്വതന്ത്രരായിട്ട് വളരണം. സ്വതന്ത്രമായ ചിന്തയുണ്ടാവണം. ഏത് രീതിയിലും രാഷ്ട്രം, എന്റെ സംസ്കാരം, എന്റെ ധർമ്മം അത് അനുഷ്ഠിക്കാൻ വേണ്ടി ജനിച്ചവനാണ് ഞാൻ എന്നുള്ളൊരു ധാരണ കുട്ടിയിൽ ഉണ്ടാവണം. അതിനുവേണ്ടി ബാലഗോകുലം ഒരുപാട് ഇതുകൾ നടത്തുന്നുണ്ട്. ചില പരീക്ഷകൾ നടത്തുന്നുണ്ട്, ചില മാസികകൾ ഇറക്കുന്നുണ്ട്.
കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ഓരോന്നുണ്ടാക്കുന്ന സംഘടനകൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ. ബാലഗോകുലത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ വളരെ വിശാലമാണ്. ആ വിശാലമായ മേഖലയിലേക്ക് കുട്ടികളെ എത്തിച്ചുകൊണ്ട് ഓരോ കുട്ടിയുടെയും മനസ്സിന്റെ എവിടേക്ക് കുട്ടിയുടെ മനസ്സിന്റെ വികാസത്തെക്കുറിച്ച് 3 തലത്തിലാണ് മനഃശാസ്ത്രകാരന്മാർ പറയണേ. ഒന്ന് CAL, കറന്റ് എബിലിറ്റി ലെവൽ എന്ന് പറയും. കുട്ടിയുടെ കഴിവ് എന്താണോ, ഇപ്പൊ കുട്ടിയുടെ കഴിവ് എന്താണോ അതാണ് കുട്ടിയുടെ കറന്റ് എബിലിറ്റി ലെവൽ. 1ാം ക്ലാസ്സിൽ ചേരുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ഒരു കഴിവുണ്ട്. ആ കഴിവിനെയാണ് കറന്റ് എബിലിറ്റി ലെവൽ എന്ന് പറയുന്നത്. 1ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് എവിടെ എത്തണം, അതാണ് PAL, പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ എന്ന് പറയുന്നത്. ആ ലെവലിലേക്ക് കുട്ടിയെ എത്തിക്കുക എന്നുള്ളതാണ് അധ്യാപകന്റെ ദൗത്യം. ഈ രണ്ടിന്റെയും ഇടയിലുള്ള 10 മാസം എന്ന് പറയുന്നത് ജൂൺ 1 മുതൽ മാർച്ച് 31 വരെയുള്ള 10 മാസം ഉണ്ടല്ലോ, അതിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയാം. വികാസത്തിന്റെ മേഖലയാണ് അത്. 10 മാസം ബാലഗോകുലവും ചിന്തിക്കുന്നത് അത് തന്നെയാണ്. നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന കുട്ടിയെ ബാലഗോകുലത്തിന്റെ ഒരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ അവൻ PAL-ലേക്ക് എത്തണം. PAL എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ണനാണ്. അവനില് അല്ലെങ്കിൽ അവളില് കൃഷ്ണതത്വം ഉറച്ച് ഒരു കൃഷ്ണാവബോധം ഉണ്ടാക്കുന്ന രീതിയിൽ കുട്ടികളെ വളർത്തുക എന്ന് തന്നെയാണ് ബാലഗോകുലത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുട്ടികളെ സാംസ്കാരിക നായകന്മാരാവും, രാഷ്ട്രീയ നേതാക്കന്മാരാവും, സമൂഹത്തിൽ മാറ്റം വരുത്തുന്നവരാവും, സമൂഹത്തിന് അനുകരിക്കാവുന്ന പ്രവൃത്തിയും വ്യക്തിത്വവും ഉള്ളവരാവും. അങ്ങനെയുള്ളവരാക്കി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് കൃഷ്ണസന്നിധിയിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.